നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ആ മൊബൈൽ അത് വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം മാത്രമാണോ? അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കോഡാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ മൊബൈൽ നമ്പർ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, പക്ഷെ അത് നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ചില നമ്പറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ചില നമ്പറുകൾ നമ്മളെ പിന്തുടരുന്നത്? ഇത് യാദൃശികമാണോ, അല്ലെങ്കിൽ പിന്നിൽ ഒരു ശക്തിയുണ്ടോ? സത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാത്ത ചില സത്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ ഒരു കാര്യമല്ല. ഇത് കേട്ടാൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ വീണ്ടും നോക്കും. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വേറെയൊരു കണ്ണിലൂടെ കാണും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്തു നോക്കൂ. അതിൽ ഏതക്കമാണ് ഏറ്റവും കൂടുതലായി വരുന്നത്? അത് ശ്രദ്ധിച്ചോ? അതൊരു സാധാരണ അക്കമല്ല. അതാണ് നിങ്ങളുടെ എനർജി നമ്പർ. അത് തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഭാഗ്യം പോലും നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാത്തത്? അതേസമയം ചിലർക്കോ ചെറിയ ശ്രമം പോലും വലിയ വിജയമായി മാറുന്നു. ഇത് ഭാഗ്യമാണോ, അല്ലെങ്കിൽ ഇത് അദൃശ്യമായിട്ടുള്ള ഒരു കണക്ഷനാണോ? ഇവിടെയാണ് നിങ്ങളുടെ നമ്പറിന്റെ ശക്തി വരുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്കിത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ ഓർമ്മ വരും. ചിലർക്ക് ഇത് കേട്ട് ഞെട്ടലുണ്ടാകും. കാരണം ഈ അക്കങ്ങൾ നിങ്ങളുടെ ഭൂതകാലവും ഇപ്പോഴത്തെ ജീവിതവും പോലും പറയാൻ സഹായിക്കും എന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഗെയിമല്ല, ഇതൊരു സത്യമാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലെ ഏറ്റവും കൂടുതലുള്ള അക്കം നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ ശക്തി എന്താണെന്ന്, നിങ്ങളുടെ ദുർബലത എന്താണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ അക്കത്തെ മനസ്സിൽ പിടിച്ചുകൊള്ളൂ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായും മനസ്സിലാകും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത്? അതിന്റെ ഉത്തരമൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഒരു കാര്യം ഓർക്കുക, ദൈവം നമ്മൾക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും ഒരു അടയാളമാണ്. പേര്, ജനനതീയതി, നമ്പർ ഇവയൊന്നും യാദൃശ്ചികമല്ല. അതുകൊണ്ട് ഇത് ഒരു വീഡിയോ ആയി മാത്രം കാണാതെ ഒരു സന്ദേശമായി കാണുക. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ നമ്പറിൽ ഏറ്റവും കൂടുതലുള്ള അക്കം ഏതാണെന്ന് കമന്റ് ബോക്സിൽ എഴുതുക. കാരണം അത് അറിയുമ്പോഴാണ് നിങ്ങളുടെ കഥ പൂർണ്ണമാകുന്നത്. ഇനി അക്കങ്ങൾ പറയുന്ന രഹസ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്നവയാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 1 ആണോ? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും വേണ്ടിയല്ല. ഇത് കേൾക്കുന്നത് അക്കം 1 ആളുകൾ മാത്രം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ സാധാരണ ആളുകളല്ല. നിങ്ങളുടെ നമ്പറിൽ 1 കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ ഒരു ലീഡറാണ്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടില്ല. ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകും, അല്ലേ? നിങ്ങൾ എന്ത് ചിന്തിച്ചാലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാറില്ല. കാരണം നിങ്ങൾ വേറിട്ട ഒരാളാണ്. അക്കം 1 പിന്നിൽ നടക്കാൻ ജനിച്ചവർ അല്ല, അവർ മുന്നിൽ നടക്കാനാണ് ജനിച്ചത്. പക്ഷെ ജീവിതം എപ്പോഴും നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ ശ്രമിച്ച കാര്യങ്ങൾ അവസാന നിമിഷത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? ഇതെല്ലാം യാദൃശ്ചികമല്ല. അക്കം 1 ദൈവം ഒരു പ്രത്യേക വഴിയാണ് നൽകുന്നത്. ആ വഴി സാധാരണ ആളുകൾക്ക് എളുപ്പമല്ല. നിങ്ങൾ ഒരിക്കൽ പോലും എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സാധാരണയാകില്ല. നിങ്ങൾക്ക് ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വയം വിശ്വാസം. പക്ഷെ അത് പലപ്പോഴും നിങ്ങൾ നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഡൗട്ട് ചെയ്യും. എനിക്കിതിന് പറ്റുമോ? ഞാൻ ശരിയായ വഴിയിലാണോ? ഈ ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു, നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചാൽ ആർക്കും നിങ്ങളെ നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ലേറ്റ് സക്സസ് ഉണ്ടാകും, പക്ഷെ ആ വിജയം മറ്റുള്ളവരെക്കാൾ വലിയതായിരിക്കും.
നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ കൺട്രോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് സ്വന്തം വഴി വേണം, സ്വന്തം തീരുമാനങ്ങൾ വേണം. അതുകൊണ്ടാണ് ചിലപ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ക്ലാഷ് ഉണ്ടാകുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ദോഷമല്ല, അത് നിങ്ങളുടെ സ്വഭാവമാണ്. അക്കം 1 ബോൺ ടു ലീഡ് ആണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാനിരിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ പേടിച്ച് പിന്നോട്ട് പോകുമോ അല്ലെങ്കിൽ മുന്നോട്ട് നടക്കുമോ? കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ സാധാരണ ആളല്ല. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു വലിയ ലക്ഷ്യം. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 1 എന്ന് എഴുതുക. നിങ്ങൾ തയ്യാറാണെന്ന് യൂണിവേഴ്സിന് സിഗ്നൽ നൽകുക. കാരണം ഇതൊരു വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇത്രയും കാര്യങ്ങളാണ് മൊബൈൽ നമ്പറിൽ 1 എന്ന അക്കം കൂടുതലായി വരുന്നവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 2 ആണ്. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടേതുപോലെയല്ല. നിങ്ങളുടെ നമ്പറിൽ 2 കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക മനുഷ്യനാണ്. പുറത്തു നോക്കുമ്പോൾ നിങ്ങൾ സാധാരണയാണെന്ന് തോന്നും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ലോകം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ വളരെ സ്നേഹമുള്ളവനാണ്. ആരെങ്കിലും വിഷമിച്ചാൽ അത് നിങ്ങളെ ബാധിക്കും. ആരെങ്കിലും കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലും കണ്ണുനീർ വരും. പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹം എല്ലാവർക്കും മനസ്സിലാകില്ല. നിങ്ങൾ പലപ്പോഴും ഹേർട്ട് ആയിട്ടുണ്ടാകും. വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, അല്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ഫീൽ ചെയ്യുന്നു? കാരണം നിങ്ങൾ സാധാരണ ആളല്ല. നിങ്ങളൊരു ഇമോഷണൽ സോൾ ആണ്. അക്കം 2 ചന്ദ്രന്റെ എനർജിയാണ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറി മാറി പോകും. ഒരു ദിവസം സന്തോഷം, മറ്റൊരു ദിവസം വിഷമം. അത് നിങ്ങളുടെ ദോഷമല്ല, അത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് പേടിയാണ്. കാരണം നിങ്ങൾ ഈസിലി ഹേർട്ട് ആവുന്നവരാണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ അവരിൽ പലരും നിങ്ങളുടെ വില മനസ്സിലാക്കാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെടും. രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒന്നും പറയാതെ ചിന്തിക്കുന്ന സമയങ്ങൾ ഉണ്ടാകും. ആരും അറിയാതെ നിങ്ങൾ പുറത്തു ചിരിക്കും, പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകും. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു സത്യം പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത്. പക്ഷെ ഒരു ദിവസം വരും, നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഈ ഹൃദയവും ആരും വിലമതിക്കും. അക്കം 2 ജീവിതത്തിൽ ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേ ലവ് ആണ് നിങ്ങളെ വേദനിപ്പിച്ചത്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായും വിശ്വസിക്കും. അവരെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ വരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ സെൻസിറ്റീവ് ആണ്. അതിൽ തന്നെ ഒരു വലിയ ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അത് ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അത് നിങ്ങളുടെ ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് സമാധാനം വേണം, പീസ് വേണം. അതാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡിസയർ. പണം, വിജയം ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സ് ശാന്തമല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമോഷണൽ ടേണിംഗ് പോയിന്റ് വരാനിരിക്കുകയാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം, അത് നിങ്ങളുടെ ജീവിതം മാറ്റും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യുക. എല്ലാവരെയും വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ ഹൃദയം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 2 എന്ന് എഴുതുക. നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു ഫീലിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് 2 എന്ന മൊബൈൽ നമ്പറിൽ കൂടുതലായിട്ട് വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 3 ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രത്യേക അനുഗ്രഹമുള്ള ആളുകളാണ്. നിങ്ങളുടെ നമ്പറിൽ 3 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഗുരുവിന്റെ കൃപയുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ശരിയായി പോകുന്നത്? അതെ, അതൊരു യാദൃശ്ചികതയല്ല, അത് ഒരു അനുഗ്രഹമാണ്. അക്കം 3 വിദ്യയും ബുദ്ധിയും ഉള്ളവരാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ തങ്ങളുടേതായ ശക്തി തിരിച്ചറിയാൻ വൈകും. നിങ്ങൾക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, പക്ഷെ അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവായിട്ടുണ്ടാകും. നിങ്ങൾ പലപ്പോഴും എനിക്കിനിയും ബെറ്റർ ആകാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അത് ശരിയാണ്. നിങ്ങൾക്ക് അതിലും വലിയ സാധ്യതയുണ്ട്. അക്കം 3 കമ്മ്യൂണിക്കേഷൻ പവർ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളത് ഫുള്ളി ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം.
നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആരംഭിക്കും, പക്ഷെ അത് പൂർത്തിയാക്കാൻ ചിലപ്പോൾ കഴിയാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട എല്ലാം ഓൾറെഡി ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ലക്കുണ്ട്. ഇനി വേണ്ടത് കൺസിസ്റ്റൻസി മാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച് അതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പോലും ആരുടെയെങ്കിലും ജീവിതം മാറ്റാം. അതുകൊണ്ട് നിങ്ങളുടെ വേർഡ്സ് ശ്രദ്ധിച്ചുപയോഗിക്കുക. അക്കം 3 ഗുരുവിന്റെ എനർജി ഉള്ളതിനാൽ അവർക്ക് ജീവിതത്തിൽ ഗൈഡൻസ് കിട്ടും. ശരിയായ സമയത്ത് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ വഴി തെറ്റിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു മിഷൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ അത് ഇഗ്നോർ ചെയ്താൽ ലൈഫ് കൺഫ്യൂസിങ് ആകും. നിങ്ങൾ ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാകും, എനിക്ക് എന്തോ വലിയ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളത്. അതെ, അത് നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ്. അത് നിങ്ങൾ കേൾക്കുക, ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾക്ക് ടീച്ചിങ്, സംസാരിക്കൽ, റൈറ്റിംഗ് ഇവയിൽ വലിയ ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ സെൽഫ് ഡൗട്ടാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് എനിമി. ഇനി അത് നിങ്ങൾ വിട്ടേക്കുക, നിങ്ങളിൽ വിശ്വാസം വയ്ക്കുക. കാരണം നിങ്ങൾ ഒരു ഗിഫ്റ്റഡ് സോൾ ആണ്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 3 എന്ന് എഴുതുക. നിങ്ങളുടെ പവർ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരിക്കലും സാധാരണ ആളല്ല, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഇത്രയും കാര്യങ്ങളാണ് മൊബൈൽ നമ്പറിൽ 3 എന്ന അക്കം കൂടുതലായി വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 4 ആണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ എളുപ്പം ഒന്നും ലഭിക്കാത്ത ആളുകളാണ്. നിങ്ങളുടെ നമ്പറിൽ 4 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്താണ് ഉയരേണ്ടത്. നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്പോഴും കഠിനമാകുന്നത്? മറ്റുള്ളവർക്ക് എളുപ്പം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടായി മാറുന്നു എന്നുള്ളത്. ഇത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല, അത് നിങ്ങളുടെ പാത്താണ്. അക്കം 4 ജീവിതം ഒരു പരീക്ഷയാണ്. പക്ഷെ ഓരോ പരീക്ഷയും നിങ്ങളെ ശക്തനാക്കാനാണ്. നിങ്ങൾക്ക് പലപ്പോഴും തോറ്റുപോയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. ശ്രമിച്ചിട്ടും ഫലം കാണാത്ത സമയങ്ങൾ, ആരും സഹായിക്കാത്ത അവസ്ഥ. പക്ഷെ നിങ്ങൾ ഒരിക്കലും മുഴുവൻ തോറ്റിട്ടില്ല. നിങ്ങൾ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ശക്തി. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്, പേഷ്യൻസ്. നിങ്ങൾ കാത്തിരിക്കാൻ അറിയുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയം ലേറ്റ് ആകുന്നത്. പക്ഷെ അത് സ്ട്രോങ് ആയിരിക്കും. അക്കം 4 ജീവിതത്തിൽ സഡൻ ചേഞ്ചസ് കൂടുതലായിരിക്കും. ഒരിക്കൽ എല്ലാം ശരിയായി പോകും, അടുത്ത നിമിഷം എല്ലാം മാറും. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യും, എനിക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം നിങ്ങൾക്ക് സാധാരണ ജീവിതമല്ല നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ സക്സസ് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ സ്ട്രോങ് ആകണം. നിങ്ങളുടെ ലൈഫിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്. ഇത് നിങ്ങളെ മെന്റലി ടയേർഡാക്കും. പക്ഷെ ഇത് നിങ്ങളെ വൈസറാക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ അനുഭവം കൊണ്ടാണ് പഠിക്കുന്നത്. അക്കം 4 ഹാർഡ് വർക്ക് ഒഴികെ ഷോർട്ട് കട്ട് ഇല്ല. പക്ഷെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആകില്ല. ഒരു ദിവസം നിങ്ങൾ ചെയ്ത ഓരോ സ്ട്രഗിളിനും ഫലം ലഭിക്കും. അന്ന് നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ അതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം, ഫോക്കസ് വേണം. അത് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റിലാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യും. അതുകൊണ്ട് തെറ്റായ ആളുകളെ വിട്ടേക്കുക. നിങ്ങളുടെ വഴിയിൽ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സാധാരണ വിജയമല്ല, വലിയ വിജയമാണ് വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 4 എന്ന് എഴുതുക. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് യൂണിവേഴ്സിന് കാണിക്കുക. കാരണം നിങ്ങളൊരു ഫൈറ്റർ ആണ്. നിങ്ങൾ ജയിക്കാൻ ജനിച്ചവരാണ്. ഇത്രയും കാര്യങ്ങളാണ് 4 എന്ന നമ്പർ മൊബൈൽ നമ്പറിൽ കൂടുതലായിട്ട് വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 5 ആണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരിടത്ത് നിൽക്കുന്ന ആളല്ല. നിങ്ങളുടെ നമ്പറിൽ 5 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ രഹസ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും സ്റ്റാറ്റിക് ആയിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എത്ര അധികം വരുന്നുവെന്ന്? സ്ഥലം മാറൽ, ജോലി മാറൽ, ആളുകൾ മാറൽ, എല്ലാം മാറും. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകും. അക്കം 5 ഫ്രീഡം ഇഷ്ടപ്പെടുന്നവരാണ്. ഒരാൾക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരേ കാര്യത്തിൽ ഏറെ സമയം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പുതിയത് വേണം, അനുഭവങ്ങൾ വേണം, ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം.
അതുകൊണ്ടാണ് ചിലർ നിങ്ങളെ അൺസ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളുടെ എനർജി മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾ ഒരു എക്സ്പ്ലോറർ ആണ്, ജീവിതം മുഴുവൻ അനുഭവിക്കാൻ വന്നവൻ. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയാലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ബിസിനസ്, മാർക്കറ്റിംഗ്, മീഡിയ ഇവയിൽ വലിയ സക്സസ് നേടാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? കോൺസിസ്റ്റൻസി ഇല്ലാത്തത്. നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങും, പക്ഷേ അതിൽ പലതും കംപ്ലീറ്റ് ചെയ്യാറില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ലക്ക് വളരെ സ്ട്രോങ് ആണ്. പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻസ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ അത് പിടിക്കണം. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കും. അത് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾ വലിയ ഉയരങ്ങളിലെത്തും. നിങ്ങൾക്ക് ട്രാവൽ ഭാഗ്യം വളരെ സ്ട്രോങ് ആണ്. വിദേശം, പുതിയ സ്ഥലങ്ങൾ, ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷെ ഒരിടത്ത് സെറ്റിലാവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് റിലേഷൻഷിപ്സ് ചിലപ്പോൾ സ്റ്റേബിൾ അല്ലാതാകുന്നത്. പക്ഷേ ശരിയായ വ്യക്തി വന്നാൽ നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് വരാനിരിക്കുകയാണ്. ഒരു തീരുമാനം, ഒരു അവസരം, അത് നിങ്ങളുടെ ഫ്യൂച്ചർ മുഴുവൻ മാറ്റും. പക്ഷെ നിങ്ങൾ റെഡി ആയിരിക്കണം. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, ഫോക്കസ് കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളുടെ എനർജി കൺട്രോൾ ചെയ്താൽ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആണ്. കാരണം നിങ്ങൾ സാധാരണ ആളല്ല, നിങ്ങൾ ഒരു ഫോഴ്സ് ആണ്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 5 എന്ന് എഴുതുക. നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ സ്വതന്ത്രമായ ആത്മാവാണ്. നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5 എന്ന നമ്പർ മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 6 ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രത്യേക ഹൃദയമുള്ള ആളുകളാണ്. നിങ്ങളുടെ നമ്പറിൽ 6 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ സ്നേഹിക്കാൻ ജനിച്ചവരാണ്. നിങ്ങൾ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ എവിടെയായാലും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? അതെ, നിങ്ങളുടെ എനർജി തന്നെയാണ് അത്. അക്കം 6 ഉള്ളവർ സ്നേഹവും കരുതലും നിറഞ്ഞവരാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷം നോക്കിയാണ് ജീവിക്കുന്നത്. ആരെങ്കിലും വിഷമിച്ചാൽ അത് നിങ്ങളെ തകർക്കും. നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളെ മറക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്കായി ജീവിക്കും, പക്ഷേ നിങ്ങളെ ആരാണ് നോക്കുന്നത്? നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടോ? അതെ, ആ ചോദ്യമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത്. അക്കം 6 ഉള്ളവർക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബന്ധങ്ങൾ, സ്നേഹം, ഇവയാണ് നിങ്ങളുടെ ലോകം. പക്ഷെ അതേ ബന്ധങ്ങൾ തന്നെ നിങ്ങളെ വേദനിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ പൂർണ്ണമായും സ്നേഹിക്കും. അതുകൊണ്ടാണ് ഡിസപ്പോയിൻമെന്റ് കൂടുതലാകുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സ്നേഹം വളരെ പ്യുവറാണ്. ഒരു ദിവസം ആരോ ഒരാൾ നിങ്ങളുടെ ഈ സ്നേഹം മനസ്സിലാക്കും, നിങ്ങളെ വിലമതിക്കും. അന്ന് നിങ്ങൾ ഇനി ഒരിക്കലും ഒറ്റപ്പെടില്ല. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്, ബ്യൂട്ടി ആൻഡ് അട്രാക്ഷൻ. നിങ്ങളുടെ പ്രസൻസ് തന്നെ ആളുകളെ കാമാക്കും. നിങ്ങൾക്ക് ആർട്ട്, മ്യൂസിക്, ഡിസൈൻ ഇവയിൽ ടാലൻ്റ് ഉണ്ടാകും. നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ടാലൻറ്റ് ഇഗ്നോർ ചെയ്യും എന്നതാണ് സത്യം. കാരണം നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവാണ്. ഇത് മാറ്റണം. ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് മണി അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ നിങ്ങൾ പണം മാത്രം നോക്കി ജീവിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് പ്രധാനം, എസ്പെഷ്യലി ഫാമിലി ഹാപ്പിനെസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ബ്ലെസ്സിങ് വരാനിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ്, അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. പക്ഷേ നിങ്ങൾ ഒരു ലെസൺ പഠിക്കണം. എല്ലാവർക്കും നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക, സെൽഫ് റെസ്പെക്റ്റ് കൂട്ടുക. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. കാരണം നിങ്ങൾ ഒരു സാധാരണ ആളല്ല, നിങ്ങൾ സ്നേഹത്തിൻ്റെ രൂപമാണ്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 6 എന്ന് എഴുതുക. നിങ്ങളുടെ ഹൃദയം അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ സ്നേഹിക്കാൻ ജനിച്ചവരാണ്. നിങ്ങൾക്ക് സ്നേഹം തിരികെ ലഭിക്കും. ഇത്രയുമാണ് 6 എന്ന നമ്പർ മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്നവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 7 ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. നിങ്ങളുടെ നമ്പറിൽ 7 കൂടുതലാണെങ്കിൽ അതിന് ഒരു ആഴമുള്ള രഹസ്യമുണ്ട്. നിങ്ങൾ ആത്മീയ ശക്തിയുള്ള ആളാണ്. നിങ്ങൾ ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന്? നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണ്. ശബ്ദം കുറവായിടങ്ങൾ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ആഴത്തിലാണ്. അക്കം 7 ഉള്ളവർ ചിന്തിക്കുന്നവരാണ്. അവർ ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നവരാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന ചിന്ത വരും. മറ്റുള്ളവർക്ക് ഇത് സാധാരണ ചോദ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് അത് ഒരു ആവശ്യമാണ്.
നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യും എന്നതാണ് സത്യം. അത് ചെയ്യരുത്. അത് നിങ്ങളുടെ ഡിവൈൻ ഗിഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നും. കാരണം ആരും നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പുറത്ത് കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ നിങ്ങൾ പല ചോദ്യങ്ങളുമായി പോരാടും. അക്കം 7 ലൈഫ് ഈസി ആയിരിക്കില്ല. അവർക്ക് ലെസൺസ് കൂടുതലായിരിക്കും. പക്ഷെ ആ ലെസൺസ് തന്നെയാണ് അവരെ ശക്തരാക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ സഡൻ അപ്സും ഡൗൺസും ഉണ്ടാകും. ഒരിക്കൽ എല്ലാം പെർഫെക്റ്റ്, അടുത്ത നിമിഷം എല്ലാം മാറും. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും. പക്ഷേ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയാണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ തിങ്സിൽ അധികം അറ്റാച്ച്മെന്റ് ഇല്ല. മണി, ലക്ഷറി ഇവയെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നർ പീസാണ് വേണ്ടത്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി ഇവയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നീടുണ്ടാകും. കാരണം നിങ്ങളുടെ സോൾ അതിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ എവേക്കനിങ് വരാനിരിക്കുന്നു. ഒരു സംഭവം, ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ. അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. അപ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. നിങ്ങൾക്ക് ഒരു മിഷനുണ്ട്, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ. പക്ഷേ ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെത്തണം. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം. ആളുകളോട് തുറന്നു സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ശരിയായ ആളുകൾ വന്നാൽ നിങ്ങൾ പതിയെ ഓപ്പൺ ആകും. നിങ്ങൾ ഒരു ഹീലറാണ്. നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പോലും ആരുടെയെങ്കിലും ജീവിതം മാറ്റാം. കാരണം നിങ്ങൾക്ക് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 7 എന്ന് എഴുതുക. നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ സാധാരണ ആളല്ല. നിങ്ങൾ ഒരു ആത്മീയ യാത്രയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് 7 എന്ന അക്കം മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്നവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായി, നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 8 ആണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ പരീക്ഷകൾ നേരിടാൻ ജനിച്ചവരാണ്. നിങ്ങളുടെ നമ്പറിൽ 8 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ശനിപ്രഭാവം ശക്തമാണ്. നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും കഷ്ടപ്പാടുകൾ വരുന്നു? മറ്റുള്ളവർക്ക് എളുപ്പം ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വൈകുന്നു? ഇത് യാദൃശ്ചികമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പാതയാണ്. അക്കം 8 ജീവിതം എപ്പോഴും ഒരു ചലഞ്ചാണ്. ഓരോ വിജയത്തിനു പിന്നിലും ഒരു വലിയ പോരാട്ടമുണ്ട്. നിങ്ങൾ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം. അത് നിങ്ങളെ വിഷമിപ്പിക്കും. പക്ഷേ നിങ്ങൾ ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. അതാണ് നിങ്ങളുടെ പവർ. നിങ്ങൾക്ക് ക്ഷമ വളരെ കൂടുതലാണ്. നിങ്ങൾ കാത്തിരിക്കാൻ അറിയുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയം ലേറ്റ് ആകുന്നത്. പക്ഷെ അത് വലിയതായിരിക്കും. അക്കം 8 മണി ആൻഡ് സക്സസ്, ഭാഗ്യം സ്ട്രോങ് ആണ്. പക്ഷെ അത് ഈസിയായി ലഭിക്കില്ല. ആദ്യം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നീടായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. കുടുംബം, ജോലി, ജീവിതം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു ബേർഡൻ പോലെ തോന്നും. പക്ഷേ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആളുകളെ നയിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് ആങ്കർ കൺട്രോൾ ചെയ്യണം. കാരണം ചെറിയ ഒരു തെറ്റ് പോലും വലിയ നഷ്ടമായി മാറാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം. എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ശരിയായ ആളുകൾ വന്നാൽ അവർ നിങ്ങളുടെ ജീവിതം മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ വരാനിരിക്കുന്നു. ഒരു അവസരം, ഒരു മാറ്റം, ഒരു വിജയം. അത് നിങ്ങളുടെ എല്ലാ സ്ട്രഗിളിനും ഉത്തരം നൽകും. പക്ഷെ നിങ്ങൾ ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കണം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ അവസാന നിമിഷത്തിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ ഹാർഡസ്റ്റ് ഫേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 8 എന്ന് എഴുതുക. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് യൂണിവേഴ്സിന് കാണിക്കുക. കാരണം നിങ്ങൾ ഒരു വാരിയർ ആണ്. നിങ്ങൾക്ക് ജയിക്കാൻ വിധിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 8 എന്ന അക്കം മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട്, നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 9 ആണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. നിങ്ങളുടെ നമ്പറിൽ 9 കൂടുതലാണെങ്കിൽ അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ ഒരു ഫൈറ്റർ ആണ്. നിങ്ങൾ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഒടുവിൽ അതിനെ നേരിടും. അതെ, നിങ്ങൾ ഓടി മറയുന്നവരല്ല, നിങ്ങൾ പോരാടുന്നവരാണ്. അക്കം 9 ഒരു സ്പെഷ്യൽ എനർജി ഉണ്ട്. കറേജ്, ധൈര്യം. നിങ്ങൾക്ക് പേടിയുണ്ടാകാം, പക്ഷെ പേടിയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ് വാസ്തവം. നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ടാകും, ഫൈറ്റ്സ്, ചലഞ്ചസ്. പക്ഷെ അത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ശക്തനാക്കാനാണ്. നിങ്ങൾക്ക് ആങ്കർ ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാം. പക്ഷെ അത് നിങ്ങളുടെ പാഷനാണ്. അത് കൺട്രോൾ ചെയ്താൽ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് സെൻസ് വളരെ സ്ട്രോങ് ആണ്. തെറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ആർഗ്യുമെന്റ്സിൽ എത്തുന്നത്.
പക്ഷെ നിങ്ങൾ ഒരിക്കലും റോങ് അല്ല, നിങ്ങൾ സത്യം പറയുന്നവരാണ്. അക്കം 9 ഉള്ളവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നാച്ചുറൽ ആണ്. അവർക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും, പക്ഷെ അവർക്ക് ക്ഷമ കുറവായിരിക്കും. അതുകൊണ്ടാണ് ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ അത് ഇംപ്രൂവ് ചെയ്താൽ നിങ്ങൾ വലിയ ഉയരങ്ങളിലെത്തും. നിങ്ങൾക്ക് ഹെൽപ്പിംഗ് നേച്ചർ ഉണ്ട്. മറ്റുള്ളവർക്കായി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആരാണ് ഫൈറ്റ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾക്ക് സംടൈംസ് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ വിക്ടറി വരാനിരിക്കുകയാണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം, ഒരു ഡ്രീം ഫുൾഫിൽമെന്റ്, ഒരു സക്സസ്. അത് നിങ്ങളുടെ എല്ലാ സ്ട്രഗിളിനുമുള്ള റിവാർഡായിരിക്കും. പക്ഷെ അവസാനം ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. ആങ്കർ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ കാമായി നിന്നാൽ നിങ്ങൾ ജയിക്കും. കാരണം നിങ്ങൾ ഒരു വാരിയറാണ്. നിങ്ങൾക്ക് തോൽവിയില്ല. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 9 എന്ന് എഴുതുക. നിങ്ങളുടെ പവർ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ പോരാടാൻ ജനിച്ചവരാണ്. നിങ്ങൾ ജയിക്കാൻ ജനിച്ചവരാണ്. ഇത്രയും കാര്യങ്ങളാണ് 9 എന്ന അക്കം മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും കൂടുതലായി വരുന്ന അക്കം 0 ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടിയല്ല ജനിച്ചത്. നിങ്ങളുടെ നമ്പറിൽ 0 കൂടുതലാണെങ്കിൽ അതിന് ഒരു അത്യന്തം ആഴമുള്ള അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ദൈവിക ബന്ധമുണ്ട്. അക്കം 0 ഒന്നുമല്ലെന്ന് തോന്നാം, പക്ഷെ അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതാണ് എല്ലാത്തിൻ്റെയും അവസാനം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്? ഒന്നും ഇല്ലാത്തിടത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാകുമ്പോൾ ഒന്നും ഇല്ലാത്തതുപോലെ മാറുന്നത്? ഇത് സാധാരണ കാര്യമല്ല. ഇത് സീറോയുടെ എനർജിയാണ്. അക്കം 0 ഉള്ളവർ ഒരു സൈക്കിൾ ജീവിതമാണ് ജീവിക്കുന്നത്. തുടക്കം, അവസാനം, വീണ്ടും തുടക്കം. നിങ്ങൾക്ക് ലൈഫ് പ്രെഡിക്റ്റബിൾ അല്ല. സഡൻ ചേഞ്ചസ് ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേൺസ് ഉണ്ടാകും. പക്ഷെ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളത് പലപ്പോഴും ഫീൽ ചെയ്യും. എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ? കാരണം നിങ്ങൾക്ക് ഒരു വലിയ ഡെസ്റ്റിനി ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അൺസീൻ തിങ്സ് ഫീൽ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. അത് പേടിക്കേണ്ട കാര്യമല്ല. അത് നിങ്ങളുടെ കണക്ഷനാണ്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകാം. കാരണം നിങ്ങളുടെ സോൾ അതിലേക്കാണ് പോകുന്നത്. അക്കം 0 ഉള്ളവർക്ക് ലൈഫിൽ എക്സ്ട്രീം ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാകും. ഒരിക്കൽ ടോപ്പ്, മറ്റൊരു സമയം ബോട്ടം. ഇത് നിങ്ങളെ മെന്റലി സ്ട്രോങ് ആക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നാം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര തവണ വീണാലും വീണ്ടും ഉയരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഹിഡൻ ടാലൻസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ഫുള്ളി യൂസ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണ്. അത് മാറ്റണം. മെഡിറ്റേഷൻ, ഫോക്കസ്, സെൽഫ് അവെയർനെസ്, ഇവ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഡിവൈൻ ചേഞ്ച് വരാനിരിക്കുകയാണ്. ഒരു റിയലൈസേഷൻ, ഒരു അവേക്കനിങ്, ഒരു പുതിയ തുടക്കം. അത് നിങ്ങളുടെ പഴയ ജീവിതം അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ സഹായിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും അവസാനത്തിലല്ല, നിങ്ങൾ ഒരു ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 0 എന്ന് എഴുതുക. നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ശൂന്യമല്ല, നിങ്ങൾ എല്ലാത്തിൻ്റെയും തുടക്കമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 0 എന്ന സംഖ്യ മൊബൈൽ നമ്പറിൽ കൂടുതലായി വരുന്നവരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.